സഫാനിയ 1:17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ട്. ഈ വചനം ആവർത്തിച്ചു ചൊല്ലിയ ശേഷം ഞാൻ വിശ്വസിച്ചു എൻ്റെ അനുഗ്രഹം ലഭിച്ചുവെന്ന്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച ശേഷം ഞാൻ എനിക്ക് അനുഗ്രഹം ലഭിക്കണമെന്നോർത്ത് ഹൃദയം നൊന്ത് എനിക്ക് ക്ഷമിക്കുവാനുള്ളവരോട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമിച്ച് അവരുമായി മിണ്ടി. ആ നിമിഷം തന്നെ എനിക്ക് 50,000 ആവശ്യമുണ്ടായിരുന്നു. 50,000 രൂപ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു. അതിനെനിക്ക് 1,00,000 രൂപ എനിക്ക് തന്നു. തിരികെ നൽകേണ്ടതാണെങ്കിലും ആ തക്ക സമയത്ത് കർത്താവ് ഇടപെട്ട് ചോദിക്കുന്നതിലും അധികമായി തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ഞാൻ ആ തുക ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് കൊടുക്കുവാനുള്ള ആ തുക അത് തിരികെ നൽകേണ്ടതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചത്. അതുവരെ എൻ്റെ ദൈവം എനിക്ക് ഒരു വഴി ഒരുക്കി തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പതറുകയോ സങ്കടപ്പെടുകയോ ചെയ്തില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്. എവിടെയെന്നോ ആരെന്നോ എനിക്കറിയില്ല. എനിക്ക് തരുമെന്ന പൂർണ്ണ വിശ്വാസമായിരുന്നു. ഞാൻ മിണ്ടിയ വ്യക്തിയല്ല എനിക്ക് നൽകിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എനിക്ക് നൽകിയത്. കടുത്ത വൈരാഗ്യമൊന്നും ഇല്ലായിരുന്നു. അവരോട് സംസാരിക്കാതെ അല്ല ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. എങ്കിലും ഉള്ളിൽ അവരെന്നെ വേദനിപ്പിച്ച ആ വേദന ഞാൻ പൂർണ്ണമായി അത് ഉപേക്ഷിച്ചു. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ദൈവത്തിന് വിഷമമാവുമല്ലോ എന്ന് വിശ്വസിച്ചു. അത് എൻ്റെ ഈശോയ്ക്ക് ഞാൻ കാരണം വേദനിക്കുവാനിടയാകരുത്. എനിക്ക് ഈശോയെ സ്വന്തമാക്കണം, ഈശോയെ നേടണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആഗ്രഹിച്ചു. അപ്പോൾ എല്ലാം നേടി.